ഇപ്പൊ അമേരിക്കയിൽ ഡെഫിനറ്റ് ആയിട്ടും കമലയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഡെമോക്രാറ്റ് പാർട്ടിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരുണ്ട്. അതിൽ ഏറ്റവും ഹാർഡ് കോർ ആയിട്ടുള്ള ഒരു 30% അമേരിക്ക, 25 തുടങ്ങി 30% വരെ അമേരിക്കൻസ് ആണ് ഈ എല്ലാ ക്രേസി ഐഡിയാസും, ബൈഡന്റെയും കമലയുടെയും എല്ലാ ക്രേസി ഐഡിയാസിനോടും ഓക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു 25-30% ആൾക്കാരുണ്ട്. അവർ ഡെഫിനറ്റ് ആയിട്ടും വളരെ വറീഡാണ് എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യത്തിൽ. പക്ഷെ അമേരിക്കയിലെ വാസ്റ്റ് മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ, ദാറ്റ് വി ആർ ടോക്കിംഗ് അബൌട്ട് 75% പീപ്പിൾ, ദേ ആർ വിത്ത് ട്രംപ്. അതുകൊണ്ടാണ് ട്രംപ് ജയിച്ചത്. അതിന്റെ കാരണം ഈ ബാക്കിയുള്ളവർ പറയുന്ന കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ ട്രാൻസ്ജെൻഡറിന്റെ കാര്യം പറയുമ്പോഴാണെങ്കിലും, ഇല്ലീഗൽസിന്റെ കാര്യം പറയുമ്പോഴാണെങ്കിലും, H1 കാര്യം പറയുമ്പോഴാണെങ്കിലും, എല്ലായിടത്തും ഒരു കോമൺ സെൻസിക്കൽ ആയിട്ടുള്ള അപ്രോച്ചാണ് ട്രംപിനുള്ളത്. കോമൺ സെൻസ് ഇല്ലാത്ത അപ്രോച്ചാണ് ബാക്കിയുള്ളവർക്കുള്ളത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ട്രാൻസ്ജെൻഡർ കെയർ എന്ന് പറഞ്ഞ് നമ്മൾ മിലിറ്ററിയുടെ ഓപ്പറേഷനും എല്ലാ യൂണിവേഴ്സിറ്റികളുടെ ഓപ്പറേഷനും ഇവിടുത്തെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ഒരു ട്രാൻസ്ജെൻഡർ അജണ്ടയോട് പുറകെ പോയി കഴിഞ്ഞാൽ അമേരിക്ക വീക്കാവും. വേറെ രാജ്യങ്ങളൊന്നും ട്രാൻസ്ജെൻഡറിനെ കൊണ്ടുവന്ന് മിലിറ്ററിയിൽ കേട്ടുന്നില്ലല്ലോ. അപ്പം വളരെ ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു അമേരിക്കൻ മിലിറ്ററിയിൽ ഒത്തിരി വോക്ക് ഐഡിയോളജി വരുമ്പം അമേരിക്കൻ മിലിറ്ററി വീക്ക് ആവുന്ന ഒരു കാര്യമാണത്. അപ്പോ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ലോസ് ഏഞ്ചലസിലെ ഫയർ സിറ്റുവേഷൻ എടുക്കുക. അവിടെ ആ ലോസ് ഏഞ്ചലസിലെ ഫയർ ചീഫായിട്ട് എടുത്തിരിക്കുന്ന ഇപ്പൊ ഇരിക്കുന്ന ലേഡീനെ അവർ പിക്ക് ചെയ്തത് അവർ ലേഡി ആയതുകൊണ്ടും ലെസ്ബിയൻ ആയതുകൊണ്ടും മാത്രമാണ്. അപ്പൊ വെൻ ഇറ്റ് കംസ് ടു ഇൻഎഫിഷ്യൻസി അത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമുക്ക് ഓരോ പൊസിഷനും വേണ്ടത്. അപ്പോൾ അതിന് പകരം ഇങ്ങനെയുള്ള ഓരോ ക്വാളിഫിക്കേഷൻസ്, റിസർവേഷൻസ്, ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആണ് ട്രംപ് മാറ്റാൻ ആഗ്രഹിക്കുന്നത്. ഇത് ആരെയും ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല, അമേരിക്കയുടെ ആ ഒരു ഏറ്റവും നല്ല സിസ്റ്റംസ്, ഫയറിലാണെങ്കിലും അക്കാഡമിക് ആണെങ്കിലും ഇൻഡസ്ട്രിയിലാണെങ്കിലും എവിടെയാണെങ്കിലും അമേരിക്കയുടെ കാര്യങ്ങൾ ഏറ്റവും നല്ല മെറിറ്റോക്രാറ്റിക് ആയിട്ട് ഏറ്റവും കഴിവുള്ള ആൾക്കാരെ കൺട്രോൾ ചെയ്യണം എന്നുള്ളൊരു വിശ്വാസമാണ് എന്റെ പുറകിലുള്ളത്. അപ്പൊ അതിനെപ്പറ്റി ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. H1 കാര്യം പറയുന്നു. ഞാനൊരു H1 എംപ്ലോയർ ആയിരുന്നു, 100 കണക്കിന് H1 ചെയ്തിട്ടുള്ള ആളാണ് IT ഫീൽഡിൽ. അത് എന്തോരം ഫ്ലോഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണെന്ന് എനിക്കറിയാം. അതായത് ഒത്തിരി പ്രശ്നങ്ങളുള്ള, വളരെ ഫ്രോഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള പ്രൊവിഷൻസ് ഒക്കെ ഉള്ള ഒരു സിസ്റ്റമാണത്. അപ്പൊ ആ സിസ്റ്റത്തെ നന്നാക്കേണ്ടത് അമേരിക്കയുടെ ഒരു ആവശ്യമാണ്. ഇവിടെ ടെക്നോളജിയുടെ വർക്കേഴ്സിനെ ആവശ്യമില്ല എന്ന് ആരും പറയുന്നില്ല. നമുക്ക് എന്തായാലും ടെക്നോളജി ടാലന്റിന്റെ കുറവുണ്ട് അമേരിക്കയ്ക്ക്. അപ്പൊ അത് വന്നേ തീരുള്ളൂ. എവിടെ നിന്നാണെങ്കിലും, ഇന്ത്യയിൽ നിന്നാണെങ്കിലും ചൈനയിൽ നിന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും അത് വന്നേ തീരുള്ളൂ. ബട്ട് അറ്റ് ദ സെയിം ടൈം വളരെ മോശമായിട്ടുള്ളൊരു സിസ്റ്റമാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ അതിന് നന്നാക്കാൻ ശ്രമിക്കുന്നതിൽ എന്താണ് തകരാറുള്ളത്? ഇപ്പൊ ഇല്ലീഗൽ ഏലിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഇന്ത്യയിൽ നിന്നും ഇല്ലീഗൽ ഏലിയൻസ് ഉണ്ടെങ്കിൽ ലീഗലായിട്ടുള്ള ഒരു ആക്ടിവിറ്റി ചെയ്തവരാണ്, അതിനുള്ള പണിഷ്മെന്റ് അവർക്ക് ഉണ്ടാവണം. അതിന് പണിഷ്മെന്റ് എന്ന് വെച്ചാൽ തിരിച്ചു വിടുക എന്നുള്ളതാണ്. അപ്പൊ ഇല്ലീഗൽ വിൻസെന്റിലേക്ക് ഒന്ന് പോകുന്നു.